ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിനോട് ശ്രുതി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇത് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അവിടെ ശ്രുതിനെ അന്വേഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, പ്രീതി ഇവിടെ നിന്ന് പോകുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമാവാണ്, എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ വരുമല്ലോ, ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ആകാശം പറയുന്നുണ്ട് കേട്ടോ, അതെ ശരിയാണ്, എനിക്കും അതെ, താൻ ഇവിടേക്ക് വരുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രീതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവണം. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ആകാശിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഇതേ സമയം ശ്രുതിയും അശ്വിനും തമ്മിലായൊരു വളരെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളിത് വാങ്ങിച്ചത് എന്ന് പറയും. ശരി, ഞാൻ പറയാം, എന്താ ഇപ്പം നിനക്കറിയേണ്ടത്, ഈ വളകൾ ഞാൻ വാങ്ങിച്ചതാണോ എന്നല്ലേ? അതെ, ഈ വളകൾ ഞാൻ തന്നെയാണ് നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിന് വേണ്ടിയിട്ടാണ് ഈ വളകൾ എനിക്ക് നിങ്ങൾ വാങ്ങിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് അശ്വിനാണെന്ന് വെച്ചാൽ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അശ്വിൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്, അതായത് ഈ ചോദ്യത്തിന് മറുപടി പറയാതെ. ഈ സമയത്ത് അമ്മായിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ കാണാതെ ടെൻഷൻ അടിക്കണം. ഈ പെണ്ണത് ഇതവിടെ എന്തെടുക്കാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ പെണ്ണ്, ഇതിൻ്റെ ഒന്ന് സീരിയസ്നെസ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടില്ല, വീട്ടിൽ ചെന്നിട്ട് എന്തോരം പണികളുള്ളതാണ് എന്നൊക്കെ അമ്മായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് മനോരമ കയറി വരികയാണ് കേട്ടോ. മനോരമ ചെറിയ ഷോയൊക്കെ നടത്താണ് കേട്ടോ. ഒരു ലിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് രാമേട്ടൻ്റെ കൈ കൊടുത്തിട്ട് അത് വാങ്ങണം ഇത് വാങ്ങണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തായാലും എൻ്റെ ഒരേ ഒരു മോനല്ലേ, അപ്പോൾ നല്ല രീതിയിൽ വിവാഹം നടത്തണ്ടേ, അല്ലാതെ പിന്നെ ചില ആൾക്കാർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ, വെറുതെ വന്ന് ഉടുത്ത് തിന്ന് പോയാൽ പോരേന്നൊക്കെ അമ്മായിനെയും പ്രീതിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി പറയാണ്, നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വീട്ടിൽ ആദ്യത്തെ കല്യാണമൊന്നുമല്ലല്ലോ ഇത്, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം, അമ്മയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ കല്യാണമായിരിക്കും, പക്ഷേ ഇത് എൻ്റെ മോൻ്റെ ആദ്യത്തെ കല്യാണമാണ്, മൈ ഓൺലി വൺ സൺ, എനിക്ക് എൻ്റെ മോൻ്റെ കല്യാണം ആർഭാടമായിട്ട് തന്നെ നടത്തണം, അല്ലാണ്ട് എൻ്റെ മോൻ ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടേ ധർമ്മ കല്യാണം നടത്താനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറയാനിട്ട്. എന്നിട്ട് എനിക്ക് തന്നെ നോക്കിയിട്ട്, നന്ദാ നിന്നോട് ഞാൻ കുറച്ച് സാധനങ്ങളും കോസ്മെറ്റിക്സൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി, അതൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻറ്റി, അതൊക്കെ കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോരമ പോകട്ടോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളിതൊന്നും കേട്ട് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ, അവൾ ഇങ്ങനെ തന്നെയാണ്, അവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, മാറ്റാൻ പറ്റില്ല, എന്ത് ചെയ്യാനാണ്, കൂടുതലായിട്ട് ശാസിക്കാനൊന്നും പറ്റില്ലല്ലോ, മരുമോളായി പോയില്ലേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇതേ സമയം ശ്രുതി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ആ വള വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിന്നോട് നീ ബെറ്റിൽ ജയിച്ചപ്പോൾ നിനക്ക് നീ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു ഈ വളകൾ ഞാൻ വാങ്ങിച്ചാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ആ വളകൾ നിനക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അത് ഉപയോഗിക്കേണ്ട, അത് ഊരിക്കളഞ്ഞേക്കി എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇഷ്ടമാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇട്ടുകൊണ്ട് എടുക്കുന്നതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതോ, അത് പിന്നെ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടോ. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുമ്പോൾ അശ്വിനും ശ്രുതിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒളിച്ച് നിന്ന് ശ്യാമ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അശ്വിൻ ശ്യാമിനോട് പറഞ്ഞിട്ട്, അളിയനിവിടെ ഉണ്ടായിരുന്നോ, സോറി അളിയാന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകും കേട്ടോ. ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ. ശ്രുതിനോട് ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ശ്യാമ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ശ്രുതിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര നാണത്തോടുകൂടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ വള എനിക്ക് വാങ്ങിച്ചു തന്നത്, ഈ അശ്വിൻ സാറിൻ്റെ സ്വഭാവം മനസ്സിലാവുന്നില്ല ചില നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ആ വളയൊക്കെ ഇങ്ങനെ കിളുക്കി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് രാത്രി സമയത്ത് അശ്വിൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ശ്രുതിനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളാണ് കേട്ടോ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അശ്വിൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആ ചന്ദനം കൊടുത്തപ്പോൾ ആ വളകൾ അണിഞ്ഞ് നിന്നതും ശ്രുതി നാണത്തോട് കൂടിയിട്ട് അശ്വിൻ നോക്കിയതൊക്കെ. അതുപോലെ തന്നെ ശ്രുതി ആലോചിക്കുകയാണ്, ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്തൊരു ടെൻഷനായിരുന്നു അശ്വിൻ സാറിന്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രുതി ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, എൻ്റെ കാര്യത്തിൽ അശ്വിൻ സാറിന് കുറച്ച് ശ്രദ്ധ കൂടുതൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ കുട്ടിഷ്ണ ഇത് എന്താണിത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആ വളകളൊക്കെ ഇങ്ങനെ എടുത്തും കാണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം
അശ്വിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അശ്വിൻ്റെ നെഞ്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിക്കുന്ന പോലെയുണ്ട്. അശ്വിൻ ഇങ്ങനെ നെഞ്ചിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ മനോരമ ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് രാമേട്ടൻ അവിടേക്ക് വരുമ്പോൾ മനോരമ പറയുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവർക്കൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്യണം, അവർക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടെ. ശരി മനോരമയെന്നാ, നിങ്ങളെന്താ ഈ കാര്യം ഇത്ര സീരിയസ് ആക്കിയിട്ട് എടുക്കാത്തത്? ഇതേ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്, തമാശ പറഞ്ഞു പോരാ, ഞാൻ പയ്യൻ്റെ അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ രാമേട്ടൻ പറയുന്നത് ശരി മനോരമ അമ്മേ എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. ഈ സമയത്ത് അഞ്ജലി വരുന്നുണ്ട് കേട്ടോ. 2-3 കവറൊക്കെ കൊണ്ടുവരികയാണ്. ആൻറ്റി ഒരു ചെറിയ അബദ്ധം പറ്റി. എനിക്കറിയാം അബദ്ധം പറ്റുന്നു, എന്താ പറ്റിയത് പറയ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതല്ല, പെണ്ണിന് കൊടുക്കേണ്ട സാരിയും വീട്ടുകാർക്ക് കൊടുക്കേണ്ട ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല, അത് മുറപ്രകാരം അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ, അതിനെന്താ, അത് അവരിവിടെ വരുമ്പോൾ കൊടുത്താൽ പോരെ, ഇവിടെ വന്നിട്ടാണല്ലോ കല്യാണം എന്ന് പറയട്ടെ. അപ്പം മുത്തശ്ശി പറയാം അത് ശരിയാവില്ല, മുറപ്രകാരം അവിടെ നിന്നാണ് പെണ്ണിന് ഡ്രസ്സൊക്കെ ധരിച്ച് വരേണ്ടത് എന്നൊക്കെ പറയട്ടെ. അപ്പം മനോരമ പറയുന്നത് മുറപ്രകാരം ആണെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചല്ലേ കല്യാണം നടത്തേണ്ടത്, അത് പിന്നെ കുഞ്ഞൻ പറഞ്ഞിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് നടത്താമെന്ന്, കുഞ്ഞനല്ല അതൊക്കെ നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നന്ദു അതിലേക്ക് വരുമ്പോൾ എനിക്ക് വരുന്ന സമയത്ത് മനോരമ പറയാണ്, മോനെ നന്ദു നീ ഇതൊന്ന് ശ്രുതിയിൽ വീട്ടിൽ കൊണ്ടു കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. എനിക്ക് അതിനെന്താ ഞാൻ കൊണ്ടു കൊടുക്കാമല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും അശ്വിൻ പറയും വേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും അഞ്ജലിക്ക് ചിരി വരികയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇടം കണ്ടിട്ടിട്ട് മുത്തശ്ശി അഞ്ജലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ മനോരമാണെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അശ്വിൻ അത് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് വേണ്ട അശ്വിൻ ബ്രോ, ഇത് ഞാൻ കൊണ്ടു കൊടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വെറുതെ ബ്രോ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇത് ഞാൻ തന്നെ സുധീർ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കവറൊക്കെ വാങ്ങാണ് കേട്ടോ ഡ്രസ്സിൻ്റെ അഞ്ജലിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അശ്വിൻ വേഗം തന്നെ അവിടെ നിന്ന് ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കും അഞ്ജലിക്കും കാര്യം മനസ്സിലായിട്ടോ, ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണെന്ന്. അപ്പോൾ അശ്വിൻ പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഡ്രസ്സ് കൊണ്ടുകൊടുക്കാൻ പോകുന്നതാണോ ശ്രുതിനെ കാണാൻ പോകുന്നതാണോ എന്ന് പറയട്ടെ. അപ്പോൾ അവൻ്റെ സ്വഭാവം പറയാൻ പറ്റില്ല, ഇതിപ്പോൾ രണ്ടും നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി കളിയാക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതിയുടെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേദിവസം ആദ്യം കഴിഞ്ഞിട്ട് സമയമില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പെണ്ണിന് കൊടുക്കേണ്ട ഡ്രസ്സൊന്നും ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞിട്ട് അവരിതുവരെ എത്തിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണല്ലോ, ഇതുവരെ എത്തിയിട്ടില്ലല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അശ്വിൻ അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും പ്രീമികൾ ദൈവം വന്നല്ലോ, അശ്വിമോൻ വന്നല്ലോ എന്ന് പറയാണ് കേട്ടോ. വാ അശ്വിമോനെ വായു എന്ന് പറയട്ടോ. അപ്പോൾ അമ്മായിയും പറയും വാ മോനെ വായു എന്ന് പറയട്ടോ. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ തരാൻ വന്നതാന്ന് പറയുമ്പോൾ അമ്മായി വെറുതെ ഇപ്പം അത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, ആദ്യം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി എന്ന് പറയട്ടോ. അപ്പോൾ വേഗം തന്നെ അശ്വിനായൊരു കവറൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചിട്ട് അമ്മായിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മോനെ ഇവിടെ ഇരിക്കി, അയ്യോ വേണ്ട എനിക്ക് തിരക്കുണ്ടേ, അതൊന്നും പറഞ്ഞാൽ ശരിയല്ല, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയട്ടോ. എന്നാൽ ശരി എന്നുള്ള രീതിയിൽ അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ കാപ്പി എടുക്കാൻ പോകും. ഈ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ അന്വേഷിച്ചെടുക്കുകയാണ് കേട്ടോ ശ്രുതിനെ ഒരു സ്ഥലത്തും കാണാനില്ല. അങ്ങനെ പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ശ്രുതിയുടെ ചെറിയ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഭക്ഷണം വിളമ്പാണ് കേട്ടോ ശ്രുതി എല്ലാവർക്കും. അല്ല ഓരോരുത്തരോട് ഇങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ച് ഭക്ഷണം വിളമ്പുന്നത് അശ്വിൻ കാണാൻ കേട്ടോ. ആ സമയത്ത് അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അശ്വിനെ കാണാതെ ഒരു ഭാഗത്ത് അങ്ങനെ നിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ തന്നെ അശ്വിൻ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.